ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി മാറ്റുവാൻ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ സ്വന്തമാക്കാൻ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ദൈവകൃപ. നമ്മുടെ ഉള്ളിലെല്ലാം ദൈവം കൃപ നിശ്ചയിച്ചിട്ടുണ്ട്. കൃപ തന്നതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ദൂതൻ അവളോട് അടുത്തു വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാൻ അമ്മയുടെ ജനനത്തിൽ തന്നെ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ആ കൃപ കണ്ടുകൊണ്ടാണ് ദൈവദൂതൻ വന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, ഈ ഭൂമിയെ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ സ്വന്തമാക്കാൻ, ഈ ഭൂമിയിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കൗദാശിക സ്വീകരണങ്ങൾ വഴി അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കൃപ തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് വലിയൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. കൃപയില്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ എത്താൻ സാധിക്കില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് അച്ഛന് പങ്കുവയ്ക്കാനുള്ളത്, നമ്മൾ ദൈവകൃപ നിറഞ്ഞവരാണ്. ദൈവകൃപ നിറഞ്ഞവർ ദൈവകൃപയ്ക്ക് അനുസൃതമായ ജീവിതം നയിച്ചാൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും നിത്യജീവന്റെ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് വലിയ ഒരു സത്യമാണ്. അതുകൊണ്ട് നമുക്കിന്ന് ചിന്തിക്കാം, ദൈവകൃപ നിറഞ്ഞ നമ്മൾ എങ്ങനെ ദൈവകൃപ നിറഞ്ഞവരായി. ഇപ്രകാരമാണ് കൃപ എന്ന വാക്കിനെ ഡിഫൈനേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ, ഡിഫൈൻ ചെയ്യുമ്പോൾ പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്: അർഹതയില്ലെങ്കിലും തൻ്റെ സ്വഭാവത്തിലും നിത്യജീവനിലും മനുഷ്യൻ പങ്കാളിത്തം നൽകാൻ ദൈവം നൽകുന്ന സൗജന്യ ദാനമാണ് കൃപ എന്നത്. ഗ്രേസ് എന്ന് പറയും. എന്താണിത്? കൃത്യമായിട്ട് പറയാം, അർഹത നമുക്ക് ആർക്കും ഇല്ല. നമ്മുടെ ജീവിതം വഴി ചിലപ്പോൾ ഈ കൃപ സ്വന്തമാക്കാൻ അർഹതയൊന്നും ഉണ്ടാവില്ല. എന്നാൽ യേശു തൻ്റെ സ്വഭാവത്തിലേക്കും യേശു താൻ നൽകിയിരിക്കുന്ന നിത്യജീവനിലേക്കും മനുഷ്യനെ പങ്കാളിത്തം നൽകാൻ ദൈവം നൽകുന്ന ദാനമാണ്, സൗജന്യ ദാനത്തിൻ്റെ പേരാണ് കൃപ എന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നേക്കാൾ കൂടുതൽ ദൈവം നമുക്ക് സൗജന്യമായിട്ട് തരികയാണ്. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയേ, ദൈവം തന്ന ഈ സൗജന്യ ദാനത്തിനനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കണ്ടേ? അച്ഛന് പൗരോഹിത്യം എന്ന ഒരു കൃപ നൽകിയിരിക്കുകയാണ്. അത് അച്ഛൻ്റെ യോഗ്യതയോ കുടുംബ പാരമ്പര്യങ്ങളുടെ യോഗ്യതകളൊന്നും അല്ല, മറിച്ച് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയും ഈ ലോകത്തോട് ദൈവത്തിന് കാണിക്കേണ്ട കരുണ ദൈവം കാണിക്കാൻ വേണ്ടിയും ചില വ്യക്തിത്വങ്ങളെ പൗരോഹിത്യ സന്യാസ ജീവിതത്തിലെടുക്കുന്നു. കുടുംബജീവിതം ഇതുപോലെ തന്നെയാണ്. ദൈവം ഒരു പ്രത്യേക കൃപ കൊടുക്കുകയാണ്, ദാമ്പത്യത്തിൻ്റെ കൃപ. അവരൊന്നു ചേരുമ്പോൾ ഈ ദാമ്പത്യത്തിൽ നിന്ന് കൃപയുള്ള കുഞ്ഞുങ്ങൾ ജന്മം കൊടുത്ത് നാളെ സഭയുടെയും ലോകത്തിൻ്റെ കൃപയായിട്ട് മാറുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവകൃപ നിറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. കാരണം നമുക്ക് ഒരു സഹനം വരുമ്പോൾ അതിനു മുമ്പേ ദൈവം ഒരു കൃപ തരും, ഈ സഹനത്തെ നേരിടാനുള്ളൊരു കൃപ. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെ നോക്കുമ്പോൾ നമ്മൾ പറയും, ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാൽ സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തെ മറിക്കാനുള്ള, ഈ കാലഘട്ടത്തെ മറിക്കാനുള്ള കഴിവ് വരെ ദൈവം അവരുടെ വൈകല്യങ്ങളിൽ, അവരുടെ കുറവുകളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നതാണ്, കുറേ മക്കള് ഒത്തിരി കുറവുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ കഴിവുകൾക്ക് മുന്നിൽ ചിലപ്പോൾ എല്ലാം ഉള്ളവർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അത് ദൈവം കൊടുത്ത ഒരു കൃപയാണ്. അവർക്കുണ്ടാകുന്ന സഹനങ്ങളെ തരണം ചെയ്യാൻ മറ്റൊരു വിധത്തിൽ ദൈവം അവർക്കൊരു കൃപ കൊടുക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ കൃത്യമായിട്ട് ദൈവകൃപ എന്താണെന്ന് 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാം തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാം വാക്യം: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പൗലോസ്ലീഹ പറയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. സ്നേഹമുള്ളവരെ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ പറയണം, ഞാൻ എന്തായിരിക്കുന്നോ, ഇപ്പോൾ സഹനത്തിനാണെങ്കിൽ പോലും അത് ദൈവകൃപയാലാണ്. ഞാൻ എന്താണ് പഠിക്കുന്നൊരു കുഞ്ഞാണെങ്കിൽ പറയണം, ഞാനിപ്പോൾ പഠിക്കുന്നത് പോലും അതെൻ്റെ ദൈവകൃപയാലാണ്. അതിന് പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല.
എൻ്റെ ദൈവം എനിക്ക് ജന്മത്താൽ തന്നിരിക്കുന്നൊരു കൃപ, സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ ഭൂമിയിലെ കൗദാശിക ജീവിതങ്ങൾ സ്വീകരിക്കുമ്പോൾ എനിക്ക് തന്ന കൃപ നഷ്ടമായിട്ടില്ല. അത് നമുക്കൊരു ബോധ്യം ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ കൃപയിൽ നിന്ന് വ്യതിചലിക്കുന്ന ജീവിതത്തെ കടന്നു പോകും. സ്നേഹമുള്ളവരെ, സഹനം വന്നാലും വേദനകൾ വന്നാലും നമുക്ക് ദൈവം തന്ന കൃപ നമ്മൾ നഷ്ടപ്പെടുകയില്ല. എന്നിട്ട് പറയാണ്, നേരെ മറിച്ച് മറ്റെല്ലാവരെക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്തിനു വേണ്ടി? ഈ കൃപ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഈ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ അധ്വാനിച്ചു. പൗലോസ് പറയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന കൃപകളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ അധ്വാനിക്കുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിക്കുന്നത്. എന്നാൽ ഞാൻ അധ്വാനിച്ചാലും എൻ്റെ ഉള്ളിലുള്ള ഈ ദൈവകൃപ എന്നിൽ നഷ്ടമാകാതിരിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, കൗദാശിക ജീവിതങ്ങൾ വിട്ടുപിരിഞ്ഞു പോകല്ലെന്ന് പറയുന്നു. അത് എന്നിലുള്ള ദൈവകൃപ അധ്വാനിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ദൈവകൃപയിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾക്ക് ദൈവം പ്രതിഫലം കൊടുക്കും. അദ്ദേഹം വീണുപോകാതിരിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അവർക്ക് ചുറ്റും അയക്കും. അവരുടെ ജീവിതത്തിൽ ഈ കൃപയിൽ നിലനിൽക്കാനുള്ള ആത്മീയ അഭിഷേകം ഓരോ സമയങ്ങളിലും ദൈവം അവർക്ക് നിക്ഷേപിച്ച് വെച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിയേണ്ടത്, നമുക്ക് നൽകപ്പെട്ട കൃപയ്ക്കനുസരിച്ച് നാം ഓരോരുത്തരും ജീവിക്കുന്നുണ്ടോ? നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ, പൗരോഹിത്യം എന്നതിലൂടെ എനിക്ക് ചെയ്യേണ്ട ദൈവകൃപ, വിവാഹ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ, സന്യാസത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ, നിങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ ചെയ്യുന്നുണ്ടോ? അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം. അതിനു വേണ്ടി, അത് പരിപോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടാവുന്ന നന്മകൾ, നന്മ പ്രവർത്തികൾ, പ്രാർത്ഥനകൾ, പരിത്യാഗങ്ങൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നൊരു ശക്തി നമുക്ക് ദൈവം തരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബലഹീനതയിൽ ദൈവം നമുക്ക് കൃപ തരുമെന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപ പ്രകടമാകുക. നമുക്ക് ആ വചനം കേൾക്കാം. 2 കൊരിന്തോസ് 12-ാം അധ്യായം 9 മുതൽ 10 വരെ. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. നിന്റെ ജീവിതത്തിലെ ഈ പ്രലോഭനങ്ങളെ നീ അതിജീവിക്കുമ്പോൾ നിനക്ക് അവിടെ എൻ്റെ കൃപയുണ്ട്. കാരണം ഈ ബലഹീനതയെ തരം ചെയ്യാൻ ഒരു കൃപ തരും. അതുകൊണ്ടല്ലേ സ്നേഹമുള്ളവരെ, ജോബിൻ്റെ ജീവിതത്തിൽ ബലഹീനമായ അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം അവന് കൃപ കൊടുത്തു. എന്തിനു വേണ്ടി? ഈ ബലഹീനതയെ തരണം ചെയ്യാൻ. അവൻ അതിനു വേണ്ടി ആഗ്രഹിച്ചു. അവിടെയാണ് അവന് കൃപ അതിൻ്റെ പൂർണ്ണതയോടെ ഉപയോഗിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ബലഹീനതയിൽ എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു ബലഹീനതയുണ്ടാകുമ്പോൾ ഞാനത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപ വരാൻ വേണ്ടി ഒരു ചാലക ശക്തിയാക്കി മാറ്റും. സ്നേഹമുള്ളവരെ, പാപം ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രലോഭിപ്പിക്കുമ്പോൾ ആ വ്യക്തി ആ പാപം ചെയ്യാതിരിക്കുമ്പോൾ ആ വ്യക്തി ഉപയോഗിക്കുന്നത് ദൈവകൃപയെയാണ്. അവിടെ അദ്ദേഹത്തിന് വീഴ്ച സംഭവിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കും. അപ്പോൾ എനിക്കൊരു പാപം ചെയ്യാനൊരു അവസ്ഥ കടന്നു വരുമ്പോൾ ഞാൻ അവസ്ഥയിൽ എന്നെ വിട്ടുകൊടുക്കാതെ, മറിച്ച് ഈ പാപം ചെയ്യാതിരിക്കാൻ ദൈവം എനിക്ക് മറച്ചു വെച്ചിരിക്കുന്ന എൻ്റെ കൃപ, എൻ്റെ ഉള്ളിലുണ്ടാ കൃപ, ആ കൃപ ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി നമ്മൾ വിജയത്തിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് വചനം പറയുന്നത്. അതാണ് വചനത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നില്ലേ, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നതിനും ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും അപേക്ഷകളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഈ കാലഘട്ടങ്ങൾ നമ്മളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഇതിനേക്കും തരണം ചെയ്യാനുള്ളൊരു കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഒരു വേവലാതി ഉണ്ടാകില്ല. സന്തുഷ്ടത, ദൈവം തരുന്ന ഒരു സന്തോഷത്തിലേക്കുള്ള കടന്നുപോക്ക് നമുക്കുണ്ടാകും. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായി തീരുന്നത്. വചനം പൗലോസ് പറയാ, ഞാൻ എത്രമാത്രം ബലഹീനനായിരിക്കുന്നു അത്രമാത്രം ദൈവീക ശക്തി എന്നിൽ പൂർണ്ണമാകും. അവിടെയാണ് എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുക. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ആഴം ജനത്തെ പഠിപ്പിക്കാൻ സാധിക്കുക. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ളൊരു ആഴമേറിയ ദൈവകൃപയാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് കരയുന്നവരെ നിങ്ങൾ കണ്ണീര് തുടച്ച് ദൈവത്തിലേക്ക് അടുക്ക്. നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, കർത്താവെ, ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു കൃപ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്, ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു ആത്മീയ ശക്തി തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും താഴ്ന്നിരിക്കുന്നത് കൃപ നഷ്ടപ്പെട്ടവരെ പോലെയാ, മറിച്ച് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കൃപയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ധൂപക്കുറ്റി, കുന്തിരിക്കം പുകയ്ക്കുന്ന ധൂപക്കുറ്റി കുറച്ചു നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെണ്ണീറ് മൂടി കിടക്കും. അതിനനുസരിച്ച് അത് തീ കെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ മുകളിൽ എന്തോ ഒരു ആവരണം വന്നു പോയിരിക്കുക, അതിനടിയിലും കനലുണ്ടെന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഒരു വ്യക്തി വന്ന് ഊതിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കിടന്ന വെണ്ണീരെല്ലാം പറന്നുപോയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്, ഇപ്പോഴും കത്തുന്നൊരു കനല് അതിൻ്റെ ഉള്ളിലുണ്ട്. സ്നേഹമുള്ളവരെ, പാപമെന്ന വെണ്ണീറ് നിന്റെക്കും ജീവിതത്തിൻ്റെ മുകളിൽ വീണ് കിടക്കുമ്പോൾ ഇനി എന്ത് മുന്നോട്ട് നോക്കിയാൽ ഒരു ശക്തിയില്ലാതെ കടന്നു പോകാം. ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു നല്ല മനുഷ്യനായി തീരാൻ പറ്റില്ല, ഒരു നല്ല സ്ത്രീയായിട്ട് തീരാൻ പറ്റില്ല എന്ന് നീ ചിന്തിക്കരുത്. മറിച്ച് ആ കനലിന് മുകളിൽ കിടക്കുന്ന ആ വെണ്ണീരിനെ ഊതിക്കെടുത്ത് കളയാൻ നിനക്ക് സാധിച്ചാൽ അതിൻ്റെ അടിയിൽ കിടക്കുന്ന കനലുകൾക്ക് കത്തി ജ്വലിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കും. വിശുദ്ധരുടെ ജീവിതമെല്ലാം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത് അവർക്ക് ജന്മനാൽ കിട്ടിയ ദൈവകൃപയെ അവർ ഊതി കത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന പാപത്തിന്റെ ആവരണങ്ങൾ മാറ്റപ്പെട്ടു, അവരുടെ ജീവിതത്തിലെ വിശുദ്ധി എന്ന കൃപ കൊണ്ട് സ്വന്തമാക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന കൃപ നമ്മൾ നഷ്ടപ്പെടുത്തരുത് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് കൃപ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് ആശീർവാദ പ്രാർത്ഥനകൾ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനകൾ എവിടെ പോയാലും സ്വന്തമാക്കണം. ആശീർവാദം കൃപയുടെ ഉറവിടമാണെന്ന് ദൈവവചനയ്ക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, മാതാപിതാക്കളുടെ അനുഗ്രഹം വലിയൊരു അഭിഷേകമാണ്. ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം സ്വന്തമാക്കണം. അല്ലാതെ അവരുടെ ശാപവാക്കുകൾക്ക് വേണ്ടി മാത്രം തലകുനിഞ്ഞു കിടക്കുന്നവരാകരുത്. സ്നേഹമുള്ളവരെ, ഈ അപ്പനമ്മമാരുടെ അനുഗ്രഹം നമ്മുടെ തലമുറയ്ക്കൊരു അനുഗ്രഹമാണ്. നമ്മൾ പഴയ നിയമത്തിൽ എടുത്തു കഴിഞ്ഞാൽ അബ്രാഹാം തൻ്റെ സന്തതികൾ അനുഗ്രഹിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ അനുഗ്രഹം പോവുകയാണ്. മോശ അഹ്റോനെ അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹം ഒരു അവകാശമാക്കി മാറ്റേണ്ടതാണ്. ഇങ്ങനെ പറയുന്നില്ലേ വചനങ്ങളിൽ പറയുന്നുണ്ട്, നീ എന്നെ അനുഗ്രഹിക്കാതെ അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. സ്നേഹമുള്ളവരെ, ഇത് കൈമാറ്റപ്പെടുന്നതാണ്. നമുക്കറിയില്ല, വലിയ കൃപയുള്ളവരുടെ അടുത്തേക്ക് ഓടുമ്പോഴും നീ അറിയണം, നിന്റെ ഭവനത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ കൃപകൾ ഒളിഞ്ഞു കിടക്കുമ്പോഴും അത് നഷ്ടപ്പെടുത്തി എവിടെയോ ഓടി നടക്കുന്ന വ്യക്തികളായിട്ട് മാറരുത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം, ഗുരുഭൂതരുടെ അനുഗ്രഹം, ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും അവരിൽ നിന്ന് നന്മ സ്വീകരിക്കേണ്ടതിന് പകരം നമ്മൾ നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തുകയാണ്. കൃപയെ ചാലകമാക്കി ശക്തിയാക്കുന്ന ഒരു അവസ്ഥയാണ്, നമുക്കറിയാം, ബൂസ്റ്റിംഗ് നൽകുന്ന ഒരു അവസ്ഥയാണ് ഒരു അനുഗ്രഹം, ഒരു വൈദികന്റെ അനുഗ്രഹം, സഭയുടെ കൂട്ടായ്മയുടെ അനുഗ്രഹം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. അപ്പോൾ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അഭിഷേക ശക്തി നമുക്ക് ലഭിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ മെൽക്കിസദേക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. മെൽക്കിസദേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അബ്രാഹത്തെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാശം നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഒരു അപ്പൻ അനുഗ്രഹിക്കുമ്പോൾ അപ്പൻ്റെ അനുഗ്രഹമല്ല, അത് സ്വർഗത്തിലെ അപ്പൻ്റെ അനുഗ്രഹമാണ് മക്കൾക്ക് ലഭിക്കുന്നത്. അല്ലാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന അപ്പൻ്റെ അനുഗ്രഹമല്ല. അപ്പൻ കൈ തലയിൽ വയ്ക്കുമ്പോൾ മക്കൾക്ക് കിട്ടുന്നത് സ്വർഗത്തിൻ്റെ അനുഗ്രഹം. അതാണ് ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതാണ് ഇവിടെ മെൽക്കിസദേക്ക് അബ്രാഹത്തെ അനുഗ്രഹിച്ചു പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടായിരിക്കട്ടെ. ആ ഒരു കൃപാകടാക്ഷം, സ്നേഹമുള്ളവരെ, ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അധ്യാപകരുടെ അനുഗ്രഹങ്ങൾ മക്കൾ മേടിക്കണം, മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിക്കണം. അപ്പനമ്മമാർ മക്കളെ അനുഗ്രഹിച്ചിട്ടേ പറഞ്ഞയക്കാവൂ. ആ ഒരു അനുഗ്രഹം ചിലപ്പോൾ അകാലമായ അപകടങ്ങളിൽ നിന്ന് മക്കളെ രക്ഷിക്കാം. ആ ഒരു അനുഗ്രഹം ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ പകലുകളിൽ ഉണ്ടാകാനിരിക്കുന്ന പാപത്തിൻ്റെ അശുദ്ധിയിലേക്ക് വീണുപോകാതെ അനുഗ്രഹിക്കാം. സ്നേഹമുള്ളവരെ, പണ്ട് കാലത്തൊക്കെയും നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്ന മക്കൾ എവിടേക്കെങ്കിലും പോയാൽ അനുഗ്രഹം മേടിച്ചിട്ട് പോകാറുള്ളൂ. ഇന്ന് ആരറിയുന്നു? മക്കള് പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു, അപ്പനമ്മമാരുടെ അനുഗ്രഹം പോലും യാചിക്കുന്നില്ല. ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ട നല്ല ശീലങ്ങൾ പലപ്പോഴും ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കുട്ടിക്കാലത്ത് മക്കളെ അനുഗ്രഹിച്ച് പഠിപ്പിച്ചാൽ അവർ വലുതാകുമ്പോൾ അവർ തന്നെ ചോദിക്കും, അപ്പ ഒന്ന് അനുഗ്രഹിച്ച്, ഞാൻ ജോലിക്ക് പോവാ, ഞാൻ പരീക്ഷയ്ക്ക് പോവാ. ഇത് പഠിപ്പിക്കാത്ത കുടുംബങ്ങൾ പലപ്പോഴും അനുഗ്രഹം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും കൊടുക്കാത്ത വാർദ്ധക്യങ്ങൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ ഒരു കാര്യം, കൃപ
ദൈവം മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയാണ്. ദൈവകൃപ എന്നത് ദൈവം മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയാണ്. ദൈവത്തിന് മനുഷ്യനോട് അനുകമ്പയും സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും ശിക്ഷിക്കുന്നില്ല. ദൈവത്തിന് എപ്പോഴും ജനത്തെ അനുഗ്രഹിക്കണം, ദൈവജനം ഒരിക്കലും വേദനിക്കരുത് എന്നത് മാത്രമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. സങ്കീർത്തന പുസ്തകം 57 അധ്യായം 1 വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വചനഭാഗമാണ്. ഈ വചനം ഒരു ഗാനരൂപത്തിലുണ്ട്. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. സങ്കീർത്തകനായ ദാവീദ് എഴുതി വച്ചിരിക്കുന്ന മനോഹരമായ സങ്കീർത്തനമാണ്. സങ്കീർത്തനം ഇങ്ങനെയാണ്: എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, അങ്ങിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റുകൾ, പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകൾ എൻ്റെ ചുറ്റും അടിക്കുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ, ഒരു കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്നിട്ട് പറയാണ്, എന്നോട് കൃപയുണ്ടാകണം, ഞാനൊരു ബലഹീനനാ, ഞാനൊരു പാപിയാ. എന്ന കർത്താവെ, അങ്ങയുടെ ചിറകും കീഴിൽ ഞാൻ ഇരുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടും. സ്നേഹമുള്ളവരെ, പലപ്പോഴും പണത്തിൻ്റെ ചിറകും കീഴിൽ സംരക്ഷണം കാത്തിരിക്കുന്ന മക്കളില്ലേ, എല്ലാം ഉണ്ടായിട്ടും ആശുപത്രിയുടെ വരാന്തിയിൽ കയ്യിൽ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? ദൈവത്തിൻ്റെ ചെറുകിൻ കീഴിൽ ചില സമയങ്ങളിൽ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. നമ്മൾ ഒരു കുട്ടിയെ ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ ഉപകാരം തരാൻ പറ്റാതിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ദൈവം തന്ന കൃപയുടെ മുന്നിൽ ഞാൻ ഇരിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, തകർച്ചകൾ വരുന്നതിന് മുമ്പേ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. കർത്താവേ, എന്നോട് കൃപ തോന്നണം. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണെന്ന് പൗലോസ് പറഞ്ഞതുകൊണ്ടാണ്. നമുക്കൊന്നും സ്വന്തമായിട്ടില്ല സ്നേഹമുള്ളവരെ. ദൈവം തന്ന ദാനത്തിൻ്റെ മുന്നിൽ നന്ദിയോടെ കൃപയോടെ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. സ്നേഹമുള്ളവരെ, സങ്കീർത്തന പുസ്തകം 67 അധ്യായം 1 തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതിയിൽ നമ്മുടെ മേൽ ചൊരിയട്ടെ. അവിടുത്തെ പ്രീതി നമ്മുടെ മേൽ ചൊരിയട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് നമ്മോട് താങ്ങുന്നത് ഈ കൃപ നൽകുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ കൃപ നമ്മൾ ചോദിക്കണം. ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് പ്രത്യേകം കൃപകൾ ആവശ്യമാണ്. കാരണം അതുപോലെ തരണം ചെയ്യേണ്ട പ്രതിസന്ധികളുണ്ട്. നമ്മുടെ മക്കളെ വളർത്താനുള്ള കൃപ ചോദിക്കണം മാതാപിതാക്കൾ. കാരണം സ്നേഹമുള്ളവരെ, നമ്മൾ വളർന്ന കാലഘട്ടങ്ങളല്ല ഈ കാലഘട്ടങ്ങൾ. ഈ കാലഘട്ടങ്ങളെ യൗവനങ്ങളെ പഠിപ്പിക്കാൻ കൃപ ചോദിക്കണം. നമ്മൾ പണ്ടുണ്ടായിരുന്ന, ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിലെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മുടെ മക്കളെ, ഇന്ന് കാലഘട്ടങ്ങളെ തിരിച്ചറിയരുത് സ്നേഹമുള്ളവരെ. ഈ കാലഘട്ടത്തിന് ആവശ്യമായ കൃപ ഉപയോഗിക്കണം. അവിടെയാണ് വിജയം സ്വന്തമാക്കുക. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ എന്നിൽ നിക്ഷിപ്തമായ ദൈവത്തിൻ്റെ കൃപയെ ഞാൻ പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, എൻ്റെ പ്രാശ്ചിത്ത പ്രവൃത്തികൾ കൊണ്ട്, എൻ്റെ കൂദാശ ജീവിതം കൊണ്ട്, എൻ്റെ വചനവായന കൊണ്ട് ഞാൻ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ കിട്ടും. സങ്കീർത്തന പുസ്തകം 86 അധ്യായം 5 തിരുവചനം: കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവര് കൃപയെ സ്വന്തമാക്കും. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തോട് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കൾ അച്ഛനറിയാം. വിദേശങ്ങളിലേക്കും ജോലി ചെയ്ത് ഒത്തിരി പണം ഉണ്ടാക്കിയിട്ട് അവരൊരു എൻകൗണ്ടർ കിട്ടാണ് ദൈവത്തിൻ്റെ. എന്തിനിങ്ങനെ കുറേ പണം ഉണ്ടാക്കി എല്ലാം ചെയ്തു, അങ്ങനെ ജോലിയെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നാട്ടിൽ ഒരു സ്ഥലമെടുത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും ലോകത്തിൻ്റെ കണ്ണിലൂടെ അവരെ നോക്കിയാൽ അവർ ചെയ്യുന്ന ശുദ്ധ മണ്ടത്തരമാണെന്ന് ലോകത്തുള്ളവർ പറയും. എന്നാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ കൃപയുടെ ദൈവത്തിൻ്റെ മക്കളല്ലേ, ഞങ്ങൾ ഊട്ടാനും ഞങ്ങളെ വളർത്തുന്നവനുമായി ദൈവത്തോട് ചേർന്നിരിക്കാൻ അവരാഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ കൃപയാണ്. യഥാർത്ഥ സമ്പത്ത് അറിയുമ്പോൾ മറ്റ് സമ്പത്തിനേക്കാൾ യഥാർത്ഥ സമ്പത്തിൽ നിലനിൽക്കാൻ കഴിയുമെന്നറിയുന്ന ഒരു സത്യത്തെ നമുക്കെല്ലാം ഭോഷത്വമായി തോന്നിയാലും അതാണ് യഥാർത്ഥ സത്യം.
കാര്യം, ദൈവം തന്ന കൃപയല്ലാതെ സ്വന്തമായിട്ടൊന്നുമില്ലെങ്കിൽ ആ ദൈവകൃപയോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ അധ്വാനങ്ങളെ, എൻ്റെ പരിശ്രമങ്ങളെ, എൻ്റെ പ്രാർത്ഥനകൾക്ക് സാധിക്കണം. സങ്കീർത്തനം 89:2 വചനം പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു, അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അങ്ങയുടെ കൃപ എന്നും നിലനിൽക്കുന്നു, അങ്ങയുടെ വിശ്വസ്തത, അങ്ങ് എന്നോട് കൃപ കാണിച്ച വിശ്വസ്തത അത് ആകാശം പോലെ വിശാലമാണ്. നമ്മളൊരു പാട്ട് കേട്ടല്ലേ, ആകാശം പോലെ വിശാലം നാദ നിൻ സ്നേഹമെത്ര അഗാധം. ദൈവത്തിന് മനുഷ്യരോട് കാണിക്കുന്ന കൃപ ആകാശം പോലെയാ, ഒരിക്കലും അതിർത്തികളില്ല. വിശാലമായ ഒരു സ്നേഹമാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന ദൈവജനത്തോട് അച്ഛൻ അപേക്ഷിക്കുകയാണ്, നമ്മൾ കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. പാപമെന്ന സുഖത്തിന് വേണ്ടി ദൈവം തന്ന വിശാലമായ ഒരു സ്നേഹത്തെ, വിശാലമായ കൃപയെ നമ്മുടെ തുച്ഛമായ അനുഭവങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തരുത്. യൗവനത്തിൽ നീ നഷ്ടപ്പെടുത്തിയാൽ വാർദ്ധക്യത്തിൽ നീ ഇത് കരയേണ്ടി വരും. നിന്റെ ദാമ്പത്യത്തിൽ നീ യൗവനത്തിൽ നഷ്ടപ്പെടുത്തിയ കൃപയെ ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരും. കാരണം എന്താ? എനിക്ക് എൻ്റെ മക്കളെ കൃപയിൽ വളർത്താൻ പറ്റുന്നില്ല, എനിക്ക് കൃപയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ വിശുദ്ധി നടത്താൻ. കാരണം എന്താ? ദൈവകൃപയെ ചോർത്തിക്കളയരുത്, ദൈവകൃപയെ നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്തിയാൽ വീണ്ടെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സങ്കീർത്തനം 119:17 വചനം പറയുകയാണ്: ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. ദൈവമേ, ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ, അതുപോലെ തന്നെ വചനം അനുസരിച്ച് ജീവിക്കാൻ, ദൈവവചനത്തിൽ വെള്ളം ചേർക്കാതെ ജീവിക്കാൻ എനിക്ക് ദൈവമേ കൃപ ചൊരിയണമേ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കൃപയുള്ളവരായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ, നമ്മുടെ സഭ മാറട്ടെ, നമ്മുടെ വ്യക്തിത്വങ്ങളിൽ ദൈവം തന്ന കൃപയെ നഷ്ടപ്പെടാതിരിക്കുക. അങ്ങനെ വന്നാൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചാൽ ദൈവത്തിൻ്റെ അഭിഷേകം വരും. കരങ്ങളൊന്ന് കൂപ്പി പിടിച്ച്, കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവൻ്റെ ഉറവിടമായ ദൈവമേ, അങ്ങയുടെ കൃപയുടെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കൃപയിൽ നിലനിന്നുകൊണ്ട് നഷ്ടപ്പെടുത്താതെ ജീവനുള്ള ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകൃപയാൽ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.